ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാളെ നമുക്ക് ലൈഫിൽ നിന്ന് എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടു എന്നാണ് എല്ലാവരും പറയുക. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് അതിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആ മരണപ്പെട്ട ആളുടെ ലൈഫ് നമുക്ക് പഠിപ്പിച്ചു തന്ന ലെസൺസിൽ നമ്മൾ ഡെയിലി ജീവിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ ലൈഫ് നമുക്കൊരു പെയിൻ ആയിട്ടല്ല, നമുക്കൊരു ഇൻസ്പിറേഷൻ ആയിട്ട് മാറും. ലാസ്റ്റ് ഇയർ ഐ ലൂസ് മൈ സിസ്റ്റർ അറ്റ് ദ ഏജ് ഓഫ് 23. അപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട്, പഠിച്ചവനെ എന്തിനിത്ര നേരത്തെ. അവളെപ്പറ്റിയുള്ള ഏതൊരു ഓർമ്മകൾ മനസ്സിൽ വരുന്ന സമയത്തും അതൊരു പെയിനായിരുന്നു എനിക്ക്. പക്ഷേ ഞാൻ അന്നേരം ആലോചിച്ചു, വിൽ ഷീ ബി ഹാപ്പി ടു സീ ദിസ് വേർഷൻ ഓഫ് മൈൻ? അവളിപ്പോൾ എന്നെ ഈ ഒരു രീതിയിൽ കാണുമ്പോൾ വിൽ ഷീ ബി ഹാപ്പി? ഞാൻ ആ ഒരു വിഷമത്തിൽ തന്നെ സ്റ്റക്കായി കിടന്നിട്ടുണ്ടെങ്കിൽ അവളെ നഷ്ടപ്പെട്ടതോടുകൂടി എനിക്ക് എന്നെയും കൂടി നഷ്ടപ്പെടുമായിരുന്നു. ആ ഹെവിനെസ് ഞാൻ ഉള്ളിൽ കൊണ്ടിടുന്നു കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് എൻ്റെ എല്ലാ റിലേഷൻഷിപ്പിലും കാണാൻ പറ്റും. അതെൻ്റെ പാരൻസിനോടായിക്കോട്ടെ, എൻ്റെ ഹസ്ബൻഡിനോടായിക്കോട്ടെ, എൻ്റെ കുട്ടികളോടായിക്കോട്ടെ, ബാക്കിയുള്ള സിസ്റ്റേഴ്സിൻ്റെ അടുത്തായിക്കോട്ടെ. പക്ഷേ നഷ്ടപ്പെട്ട എൻ്റെ അനിയത്തിയുടെ ഓർമ്മകൾ ഒരിക്കലും എൻ്റെ ലൈഫിലൊരു സഫറിങ് ആയിട്ട് നിൽക്കരുതെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അവൾ എനിക്ക് അയച്ച മെസ്സേജസിലൊക്കെ ഉണ്ട്, ഇന്ന് ഞാൻ കുറച്ച് വീക്കാണ്, ഇന്ന് ഞാൻ കുറച്ച് ബെറ്ററാണ്, അതുകൊണ്ട് ഞാൻ റെക്കോർഡ് ചെയ്തതാണ്, അതുകൊണ്ട് ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതാണ്. അവിടെ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, അവളെ എനിക്ക് ശരിക്കും നഷ്ടപ്പെട്ടിട്ടില്ല. ഐ ക്യാൻ ക്യാരി ഹർ വിത്ത് മീ ബൈ ലിവിങ് ദ വേ ഷീ ടോട്ട് മീ. അവളുടെ ലൈഫിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ 5 പവർഫുൾ ലെസനാണ്. ഒന്ന്, ഹെൽത്ത് എന്ന് പറയുന്നത് ഒരു ഗിഫ്റ്റാണ്. അതൊരിക്കലും നമുക്ക് കിട്ടിക്കോളണമെന്ന് ഡിമാൻഡ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ അതിനെ ആ രീതിയിൽ കൊണ്ടെടുക്കുക. സെക്കൻഡ് വൺ, എത്രത്തോളം കാലം നമ്മൾ ജീവിക്കുന്നുണ്ടെന്നല്ല, ഉള്ള കാലം നമ്മൾ എത്രത്തോളം അടിപൊളിയായിട്ട് ജീവിച്ചു എന്നുള്ളതാണ്. അവളെ ഓർക്കുന്ന എല്ലാവർക്കും ആദ്യം മൈൻഡിൽ വരുന്ന കാര്യമാണ് അവളുടെ സ്മൈൽ. തേർഡ് വൺ, ബി എ ലൈഫ് ലോങ് ലേണർന്ന. അവൾക്ക് ഏതെങ്കിലും ഒരു ദിവസം കുറച്ച് അധികം എനർജി കിട്ടിയിട്ടുണ്ടെങ്കിൽ ആദ്യം അവൾ ചെയ്യാൻ പോവുക പഠിക്കുക എന്നുള്ളതാണ്. ഫോർത്ത് വൺ, ഡിസിപ്ലിൻ. ഷീ വേക്സ് അപ്പ് ഏർലി മോർണിംഗ് എവറി ഡേ. ഫിഫ്ത്ത് ലെസൺ, ആസ്കിങ് ഫോർ ഹെൽപ്പ് എന്നുള്ളതാണ്. ഞാൻ ഹെൽപ്പ് ചോദിക്കാൻ എനിക്ക് മടിയുണ്ടെന്ന് പറഞ്ഞ സമയത്ത് അവൾ ഒരിക്കലും എന്നോട് പറഞ്ഞ കാര്യമുണ്ട്, വി ആർ ഗോഡ്സ് ക്രിയേഷൻ ആൻഡ് വി ആർ ഇംപെർഫെക്റ്റ്. നമ്മൾ ഡൗട്ട് ചോദിക്കുമ്പോൾ മറ്റുള്ളവർ നമ്മളെപ്പറ്റി മോശം വിചാരിക്കുന്നതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് എനിക്കിതിൽ നിന്ന് എന്ത് പഠിച്ചെടുക്കണം എന്നുള്ളത്. സോ ടുഡേ ഐ ലിവ് ഇൻ ഓൾ ദീസ് ലെസൺസ് ഈച്ച് ആൻഡ് എവറി ഡേ. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ പെയിനും ഒരിക്കലും സഫറിങ്ങിൽ തന്നെ അവസാനിപ്പിക്കണം എന്നില്ല. അവരുടെ ലൈഫിൽ നിന്ന് നമുക്ക് കിട്ടിയ ലെസൺസ് നമ്മൾ കൂടെ കൊണ്ടെടുക്കുന്ന സമയത്ത് ദേ വിൽ സ്റ്റേ ഇൻ യു ആസ് എ ലൈറ്റ്, നോട്ട് ആസ് എ പെയിൻ.